ഒരു കുട്ടി നടക്കുകയാണ്. ഒരു ചെറിയ കയ്യിലൊരു പുസ്തകം, ഒരു ചെറിയ കാൽ ഒരൊറ്റ വഴിയിലൂടെ. ആ വഴിയുടെ ഇരുവശത്തും ക്രോധം. ആ ക്രോധം ഒരു ആൾക്കൂട്ടത്തിൻ്റേതാണ്. ആ ആൾക്കൂട്ടം ഒരൊറ്റ കാര്യം ആഗ്രഹിക്കുന്നു: ആ കുട്ടി ആ വഴി നടക്കരുത്. ആ കുട്ടിയുടെ കുറ്റമെന്ത്? പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അക്ഷരം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരൊറ്റ ആഗ്രഹം ആ കാലത്ത് ഒരു കുറ്റമായിരുന്നു. കേരളം ഇന്ന് 100% സാക്ഷരത അവകാശപ്പെടുന്നു. ആ ഒരൊറ്റ നേട്ടം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, അത് 400 വർഷത്തെ ഒരു യുദ്ധം കൊണ്ടുണ്ടായതാണ്. ആ യുദ്ധത്തിൻ്റെ കഥ ഇതാ. 800 AD മുതൽ കേരളത്തിൽ അറിവ് ഒരു ആയുധമായിരുന്നു. ആ ആയുധം ഒരൊറ്റ ജാതിക്ക് മാത്രമുള്ളതായിരുന്നു: നമ്പൂതിരി. എഴുത്തുപള്ളികളിൽ, കളരികളിൽ ഭാഷ, ഗണിതം, ജ്യോതിഷം, ആയുർവേദം. ആ അറിവുള്ളവൻ ഭരിക്കും, ആ അറിവില്ലാത്തവൻ അടിമയാകും. നായർക്ക് അക്ഷരം അനുവദിച്ചിരുന്നില്ല, ഈഴവർക്കില്ല, പുലയർക്കൊരിക്കലുമില്ല. ഒരു പുലയ കുട്ടി വഴിയിൽ ഒരു ഉയർന്ന ജാതി മനുഷ്യനെ കണ്ടാൽ ദൂരത്ത് നിൽക്കണം, ശബ്ദമുണ്ടാക്കരുത്, ദൃഷ്ടി ഉയർത്തരുത്. ആ ഇരുട്ടിൽ ഒരു പെൻസിൽ പോലും ഒരു വിപ്ലവമായിരുന്നു. 1800കളുടെ തുടക്കം. ഒരു മാറ്റം ആരംഭിക്കുകയാണ്. 2 ദിശകളിൽ നിന്ന്. ഒരു ഭാഗത്ത് യൂറോപ്യൻ മിഷണറിമാർ, ലണ്ടൻ മിഷണറി സൊസൈറ്റി, കൊളോണിയൽ മിഷണറി സൊസൈറ്റി. അവർ കേരളത്തിൽ ചെറിയ ജാതിക്കാർക്ക് വേണ്ടി സ്കൂളുകൾ തുറന്നു. ആ സ്കൂളുകൾ ആദ്യത്തെ വിള്ളലാണ്, ആ ഇരുട്ടിൽ ആദ്യത്തെ വിള്ളൽ. മറ്റൊരു ഭാഗത്ത് ഒരു കേരളീയൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഒരു സിറിയൻ ക്രിസ്ത്യൻ പുരോഹിതൻ. 1846 ചാവറ ഒരു ആശയം മുന്നോട്ട് വെച്ചു: ഓരോ പള്ളിക്കും ഒരു പള്ളിക്കൂടം. പള്ളിയും പള്ളിക്കൂടവും, ഒരൊറ്റ വരിയിൽ ഒരു വിദ്യാഭ്യാസ വിപ്ലവം. ആ ആശയം ഒരൊറ്റ കാര്യം ഉറപ്പുവരുത്തി: കേരളത്തിൽ ഓരോ കുഞ്ഞിനും ഒരു ക്ലാസ് മുറി ഉണ്ടാകണം. ആ ചിന്ത, ആ ഒരൊറ്റ ചിന്ത 100% സാക്ഷരതയുടെ ആദ്യ വിത്ത്. 1817 തിരുവിതാംകൂർ, ഒരു ചരിത്ര പ്രഖ്യാപനം. തിരുവിതാംകൂർ ഭരണകൂടം ഒരു രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു: ജ്ഞാനത്തിന്റെ വ്യാപനത്തിൽ ഒരു പിന്നോക്കം പാടില്ല. സ്ത്രീകൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം. ഒരു ഭരണകൂടം ആദ്യമായി ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കുന്നു. ആ ഉത്തരവ് ഒരു തുടക്കം മാത്രമായിരുന്നു. ഉത്തരവ് ഉണ്ടാക്കുന്നത് എളുപ്പം, ആ ഉത്തരവ് നടപ്പിലാക്കുന്നത് ആ ഒരൊറ്റ കാര്യം. ഒരു നൂറ്റാണ്ടിന്റെ യുദ്ധം ആവശ്യപ്പെട്ടു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ഒരു സന്യാസി കേരളത്തിൽ നടക്കുകയാണ്. ശ്രീ നാരായണ ഗുരു. ഈഴവ ജാതിയിൽ ജനിച്ചു. ഒരൊറ്റ ദർശനം: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ആ ദർശനം ഒരു ക്ഷേത്രത്തിൽ ഒതുക്കിയില്ല, ആ ദർശനം ഒരു ക്ലാസ് മുറിയിൽ കൂടി ജ്വലിച്ചു. ഗുരുക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചതുപോലെ സ്കൂളുകൾ തുറന്നു. ഒരൊറ്റ ചിന്ത: ഒരു ജനതനത ഉണർന്നാൽ ഒരു ജാതി വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാനാകില്ല. അക്ഷരം ഒരു ആത്മീയ ആയുധമാണ്. ഒരൊറ്റ അക്ഷരം ഒരു ചങ്ങല പൊട്ടിക്കുന്നു. ഇനി ഏറ്റവും അത്ഭുതകരമായ കഥ. അയ്യൻകാളി. പുലയ ജാതിയിൽ ജനിച്ചു. സ്വയം എഴുതാനോ വായിക്കാനോ അറിയില്ല. ഒരു ഒപ്പ് മാത്രം ഇടാൻ കഴിയും. ആ ഒരു മനുഷ്യൻ, അക്ഷരമില്ലാത്ത ആ മനുഷ്യൻ, ഒരു ജനതയുടെ അക്ഷരത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു. 1907 അയ്യൻകാളി ഒരു സ്കൂൾ ആരംഭിക്കാൻ ശ്രമിച്ചു. ഒരു അധ്യാപകൻ കണ്ടെത്തി. ഒരു നായർ യുവാവ് ആ ദലിത് കുട്ടികളെ പഠിപ്പിക്കാൻ സന്നദ്ധനായി. ആ അധ്യാപകൻ ക്ലാസ് മുറിയിൽ കടക്കുന്നതിന് മുൻപ് ആ കെട്ടിടം കത്തിക്കുകയായിരുന്നു. ആ തീ ഒരു ഉത്തരമായിരുന്നു: ഇവർ പഠിക്കരുത്. അയ്യൻകാളിയുടെ ഉത്തരം ഇതായിരുന്നു: പഠനമില്ലെങ്കിൽ കൃഷിയില്ല. അദ്ദേഹം ഒരു കാർഷിക പണിമുടക്ക് പ്രഖ്യാപിച്ചു. ദലിത് തൊഴിലാളികൾ ഒന്നടങ്കം വയലിൽ ഇറങ്ങില്ല എന്ന് തീരുമാനിച്ചു. ആ ഒരൊറ്റ ആയുധം, ആർക്കും പ്രതീക്ഷിക്കാത്ത ആ ആയുധം ഫലം കണ്ടു. സ്കൂളുകൾ ഒന്നൊന്നായി ദലിത് കുട്ടികൾക്ക് വാതിൽ തുറന്നു. ഒരു ജനത ആദ്യമായി ഒരു ക്ലാസ് മുറിയിലിരുന്നു. ആ ഒരൊറ്റ നിമിഷം 100% സാക്ഷരതയുടെ ഹൃദയം. 1970 കേരളം മറ്റൊരു വഴി തെരഞ്ഞെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, KSSB, ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം. ഗ്രാമങ്ങളിൽ വായനശാലകൾ ആരംഭിച്ചു. 1980കളുടെ ആദ്യം 5000-ലധികം ഗ്രാമവായനശാലകൾ. ഒരൊറ്റ ദശകം, ഒരു ജനത വായനയുടെ ജനതയായി. ആ ഗ്രാമവായനശാലകൾ ഒരു അത്ഭുതമാണ്. ഒരൊറ്റ ഗ്രാമം, ഒരൊറ്റ ലൈബ്രറി, ഒരൊറ്റ കുട്ടി ആ ലൈബ്രറിയിൽ ഒരൊറ്റ പുസ്തകം തൊടുന്നു.
ആ ഒരൊറ്റ സ്പർശം ഒരു ജീവിതം മാറ്റുന്നു. 1990 എറണാകുളം ജില്ല. ഒരു അവസാനത്തെ ആക്രമണം. കേരള ടോട്ടൽ ലിറ്ററസി ക്യാമ്പയിൻ. ഒരു സർക്കാർ പ്രഖ്യാപനമല്ല, ഒരു ജനകീയ പ്രസ്ഥാനം. അധ്യാപകരില്ല, ഉദ്യോഗസ്ഥരില്ല, അയൽക്കാർക്ക് അക്ഷരം പഠിപ്പിക്കുന്നു. ഒരു 60 വയസ്സുകാരി ആദ്യമായി തൻ്റെ പേര് എഴുതുന്നു. ഒരു വൃദ്ധൻ ആദ്യമായി ഒരു പത്രം വായിക്കുന്നു. ഒരു ഗ്രാമം ഒന്നടങ്കം ഒരു ദിവസം ഒരു ക്ലാസ് മുറിയാകുന്നു. ആ ദൃശ്യം, ആ ഒരൊറ്റ ദൃശ്യം, ഒരു നൂറ്റാണ്ടിൻ്റെ സ്വപ്നം സഫലമാകും. 100% സാക്ഷരത ഒരു സ്ഥിതിവിവര കണക്കല്ല. അത് ആ കത്തിക്കപ്പെട്ട ക്ലാസ് മുറിയുടെ ചാരത്തിൽ നിന്ന് ഉയർന്ന ഒരു ജനതയുടെ ആർജവമാണ്. അത് ആ ഒരൊറ്റ ഒപ്പ് മാത്രം ഇടാൻ കഴിഞ്ഞ അയ്യൻകാളി ഒരു ജനതയ്ക്ക് നൽകിയ അക്ഷരമാണ്. അത് ആ 60 വയസ്സുകാരി ആദ്യമായി എഴുതിയ ആ ഒരൊറ്റ പേരാണ്. ആ ഒരൊറ്റ നേട്ടത്തിന് പിന്നിൽ ചാവറ, ഗുരു, അയ്യൻകാളി, ആ കത്തിക്കപ്പെട്ട ക്ലാസ് മുറി, ആ അധ്യാപകൻ, ആ കുട്ടി, ആ ഒരൊറ്റ പുസ്തകം. ഒരു ജനതയുടെ 400 വർഷം. ആ കുട്ടി ഇന്നും നടക്കുകയാണ്. ആ ആൾക്കൂട്ടമില്ല, ആ ക്രോധമില്ല. ആ വഴി ഇന്നെല്ലാവർക്കുമുള്ളതാണ്. ആ ക്ലാസ് മുറിയുടെ വാതിൽ ഇന്നെല്ലാവർക്കും തുറന്നിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഒരു പത്രം വായിക്കുമ്പോൾ ഒരു നിമിഷമോർക്കും, ആ വായനയ്ക്ക് പിന്നിൽ ഒരു ജനതയുടെ 400 വർഷമുണ്ട്. ആ ജ്ഞാനം നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയതല്ല. ആ ജ്ഞാനം ആരോ നിങ്ങൾക്കായി ജീവിച്ചു കൊടുത്തതാണ്. റിയൽ കേരള സ്റ്റോറീസ്. കേരളത്തിന്റെ ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കും. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കോൺ അമർത്തൂ. കേരളത്തിന്റെ ഓരോ കഥയും നമ്മൾ ഒരുമിച്ച് ഓർക്കും.